സർക്കാരത്തെ അവർ പിൻവലിച്ചിരുന്നു. അവർ ആ ബില്ലിനെ പിൻവലിച്ചിട്ടെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല എന്റെ അറിവില്. അതിന്റെ അർത്ഥം അവർക്ക് എപ്പോ വേണമെങ്കിലും അതിന് തിരിച്ചു കൊണ്ടുവരാം. ഞാൻ പറയണത് അവരതിനെ ആദ്യം ഒരു കമ്മിറ്റിക്ക് അയക്കട്ടെ, പഠിക്കട്ടെ. ഭയങ്കര അപകടങ്ങളുണ്ട് ഈ ബില്ലിന്. അത് ഏത് ന്യൂനപക്ഷ സ്ഥാപനം, ഏത് സാമൂഹ്യ വെൽഫെയർ സ്ഥാപനത്തിനും കൂടി ബാധിക്കാം. അവർക്ക് ഏത് സ്ഥാപനത്തിൽ പിടിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്. അത് അന്യായമാണ്. അതിന് ഒരു അടിസ്ഥാനമില്ലാത്തൊരു പ്രൊവിഷനാണ്. അതിനെക്കുറിച്ച് പഠിച്ച് ചർച്ച ചെയ്താൽ ആ ബില്ലിനെ അവർക്ക് പിൻവലിക്കേണ്ടി വരുന്നതാണ് എന്റെ വിശ്വാസം. അതാണ് ഇപ്പൊ ഈ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. വഖഫ് ബില്ലും FCR ബില്ലും ഒക്കെ നമ്മുടെ നാടിന്റെ എല്ലാ ന്യൂനപക്ഷികളെ അവരെന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആർക്കും മനസ്സിലാവാൻ സാധിക്കില്ല. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഈ കാര്യങ്ങളെ കുറിച്ച് അവർ ഡീറ്റെയിൽ ആയി ചിന്തിക്കണം. ഈ നാട് നന്നായി നടക്കുന്നുണ്ട്. നമ്മൾക്കറിയാം, ഞാൻ തന്നെ ഒരു ഹിന്ദുവായിട്ട് ഞാൻ ക്രിസ്ത്യൻ സ്കൂൾസാണ് പഠിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവർക്കും അറിയാം, ക്രിസ്ത്യൻ ആസ്പത്രിയിലും ആൾക്കാർ കയറുന്നുണ്ട്. ക്രിസ്ത്യൻ ഓർഫനേജസിൽ ഹിന്ദു കുട്ടികളും മുസ്ലിം കുട്ടികളും ഉണ്ട്. അപ്പൊ അവരിതെല്ലാം നിങ്ങൾ പിടിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങൾ ഫോറിൻ കോൺട്രിബ്യൂഷൻസ് ആണ് കെട്ടിയിരിക്കുന്നത് പറയുന്നത് അത് ശരിയല്ല. കേരള നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ താൽക്കാലികമായി ഇലക്ഷൻ മുന്നിൽ വന്നിരിക്കുമ്പോൾ ഒരു പിന്മാറ്റം മാത്രമാണോ? അല്ല, ഞാനത് എല്ലാ സംശയം എല്ലാവരും മനസ്സിലുണ്ടാവുമല്ലോ. പക്ഷെ അവര് ഞാൻ മനസ്സിലാക്കിയിരിക്കും, അവർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അടുത്ത പാർലമെന്റ് സെഷൻ 16 മുതൽ 18 ഏപ്രിൽ വരെയുള്ള സെഷനിൽ അവർ കൊണ്ടുവരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വാക്ക് അവർ പാലിച്ചാൽ നന്നായിരിക്കും. വാക്ക് പാലിച്ചിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ ആ സമയത്ത് ഉണ്ടാവും പാർലമെന്റിൽ. ഞാൻ പറയാൻ പോവുകയാണ്, ഇതിനെ നിങ്ങൾ കമ്മിറ്റിക്ക് വിഡ്രോ ചെയ്യണം. ഇത് അതിനുവേണ്ടി ഒരു റെസൊല്യൂഷൻ നമ്മൾ കൊണ്ടുവരും. ക്രൈസ്തവ സമൂഹത്തോട് രണ്ട് നിലപാടാണ് BJPക്ക്. വോട്ടിൽ വേറൊരു നിലപാട്, ഇതാണ് ഒരു അതിശയം. ഒരു കൂട്ടര് ക്രൈസ്തവ സമുദായം അടുത്ത് പോയിട്ട് വോട്ട് ആവശ്യപ്പെടുന്നു. മറ്റേവര്, പ്രത്യേകിച്ച് വടക്കൻ ഭാരതക്കാര് എന്തൊക്കെയാണ് ചെയ്യണം നിങ്ങൾക്കറിയാം. അതോ അവിടെ പീഡിപ്പിക്കുന്ന കന്യാസ്ത്രീകളും അച്ഛന്മാരും ഒക്കെ ആരാണ്? മലയാളികളാണ്. അപ്പൊ അവർ ഈ വാർത്തയൊക്കെ വീട്ടിലേക്ക് അറിയിക്കില്ലേ, കേരളത്തിൽ അറിയിക്കില്ലേ ഞങ്ങൾക്ക് ഇതൊക്കെ സംഭവിച്ചു. ഇത് എന്താണത്? BJPയുടെ അകത്തന്റെ ഒരു ചതിയാണെന്ന് ആർക്കും പറയാൻ അറിയില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് അവര് ക്രൈസ്തവ സമുദായത്തിന്റെ സഹായവും വോട്ടും ആവശ്യപ്പെടുമ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് അവരെ വഷളാക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ. BJPക്ക് ശരിക്കും മതേതര രാഷ്ട്രീയ പാർട്ടി ആവാൻ കഴിയില്ലല്ലേ? എന്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ അവർക്ക് ഒരു ഭാവി വേണമെന്നുണ്ടെങ്കിൽ ഈ വർഗീയത കംപ്ലീറ്റ്ലി മാറ്റി നിർത്തിയിട്ട് അവര് വികസനത്തിന് വേണ്ടി മാത്രം സംസാരിച്ചാൽ അത് കേൾക്കാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ ഈ വർഗീയത നമ്മുടെ രീതിയല്ല, നമ്മുടെ നാടിൽ നടക്കില്ല. അത് മാത്രമല്ല, അത് ചെയ്യുമ്പോൾ അവരെതിരെ ഒരു എന്താ പറയാ, നമ്മളെല്ലാവർക്കും ഒരു മോശത്തരം തോന്നും. എന്താണ് ഇവർ ചെയ്യണം? ഏതായാലും ഈ തെരഞ്ഞെടുപ്പുകളിൽ ആ ഒരു പ്രതിഫലനം ഉണ്ടാവണമെങ്കിൽ, പ്രതിപക്ഷത്തിന് കൂടുതൽ കരുത്താവണമെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നിർണായകമാകും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഇപ്പോൾ തൽക്കാലം അവർ മാറ്റിയാൽ കൂടി എനിക്ക് തോന്നുന്നു അത് ചെയ്ത കുഴപ്പം അവർക്ക് അത് അവരെന്തായാലും ക്രിസ്ത്യൻസ് വോട്ട് ചെയ്യാൻ പോകും. For more such videos, subscribe to the NewsX YouTube channel, hit the bell icon.